ദ ഓറെ മർഡേഴ്സ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സ്വീഡിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. യോക്കിം ഏലിയസൺ, ജിമ്മി ലിൻഗ്രെൻ എന്നിവർ ചേർന്ന് ഡയറക്ട് ചെയ്ത ഈ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. സ്റ്റോക്ക്ഹോമിൽ ജോലി ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഹെന്ന ഓരെ എന്ന ചെറിയ സിറ്റിയിലേക്ക് വരുന്നു. അവിടെ ഒരു മിസ്സിംഗ് ഗേളിന്റെ കേസ് അന്വേഷിക്കാൻ അവൾക്ക് ഇടയാകുന്നു. ഇതാണ് ഈ സീരീസ് പറയുന്ന കഥ. വിവേകാസ്റ്റൻ എഴുതിയ 2 നോവലുകൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇതിൽ 2 കഥയാണ് ഒറ്റ സീരീസിൽ തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എപ്പിസോഡ് ഒരു കഥ, അതായത് ഈ മിസ്സിംഗ് ഗേളിന്റേതും, അവസാനത്തെ 2 എപ്പിസോഡ് വേറൊരു കഥ. സെയിം ഡിറ്റക്റ്റീവ്സ് തന്നെ സെയിം സിറ്റിയിൽ നടക്കുന്ന മറ്റൊരു ക്രൈമിന്റെ കഥയാണ് അത്. അങ്ങനെ അതൊരു ഡിഫറെന്റ് സ്റ്റൈലായിട്ട് തോന്നി. മനോഹരമായ ക്യാമറയും ലൊക്കേഷനുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഇതിൽ ഈ മഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥ അത് തന്നെ ഒരു ക്യാരക്ടറായിട്ട് കഥയിൽ നിലനിൽക്കുന്നുണ്ട്. മഞ്ഞ് മിസ്റ്ററിയും എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം ഇത് ആക്ച്വലി ഇതൊരു ആവറേജ് സ്റ്റോറി ആയിരുന്നിട്ടും ഞാനിത് ഫുള്ള് ആസ്വദിച്ച് തന്നെ കണ്ടു എന്ന് പറയാം. കഥ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പുതുമയുള്ള ഒന്നുമല്ല. ഒരുപാട് ത്രില്ലർ സിനിമകളും സീരീസുകളും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഒരു ഫ്രഷ് കഥയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇതിലെ ചില സീൻസ് ഒക്കെ കണ്ടപ്പോൾ മറ്റു പല സീരീസുകളും സിനിമകളും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. ഒരു പ്രത്യേക സീൻ കണ്ടപ്പോൾ മലയാളത്തിലെ ഇരട്ടയിലെ ഒരു സീൻ ഓർമ്മ വന്നായിരുന്നു. അതുപോലെ മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ സീരീസിന്റെ കുറച്ച് കഥ അവിടെ ഓർമ്മ വന്നു. കാർല സെൻ എന്ന നടിയാണ് ഹന്നയായിട്ട് വരുന്നത്. വളരെ നിരീക്ഷണ പാഠവുമുള്ള, തനിക്ക് തോന്നുന്ന ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ട്രൂ ഡിറ്റക്റ്റീവ് ക്യാരക്ടറാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ കഡോ റസാസി എന്ന നടനാണ് ഡാനിയൽ എന്ന ഡിറ്റക്റ്റീവ് ആയിട്ട് വരുന്നത്. രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു പതിയെ ബിൽഡായിട്ട് വരുന്ന ഒരു സൗഹൃദവും ഇവരുടെ ഒരു കെമിസ്ട്രിയും ഒക്കെ നൈസ് ആയിരുന്നു. ബാക്കി എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യം പറഞ്ഞ പോലെ നല്ല ക്യാമറ, ലൊക്കേഷൻ, ഇതിന്റെ എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാമായിരുന്നു. ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ തന്നെ മൊത്തത്തിൽ നൈസ് ആയിരുന്നു. സോ ടെക്നിക്കലി ആൻഡ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ നൈസ് ആണ്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻസ് ഒക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. ഇതായിരിക്കും ഇതിന്റെ മിസ്റ്ററി എന്ന് നമുക്ക് തോന്നും, അത് തന്നെയാണ് സംഭവിക്കുന്നതും. സോ നമ്മൾ പലതവണ കണ്ടിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അതാണ് മെയിൻ നെഗറ്റീവ് ആയിട്ട് ഇതിലുള്ളത്. ഇപ്പൊ 2 കഥകളുടെയും സ്റ്റാർട്ടിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. എൻഡിങ് അത്ര സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. സ്റ്റിൽ നിങ്ങൾ അധികം ത്രില്ലർ സീരീസ് അല്ലെങ്കിൽ ഫിലിംസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഇതിന്റെ ഒരു ക്യാരക്ടേഴ്സ്, ആ ടെറൈൻ ഒക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താണ് കണ്ടത്. സോ മഞ്ഞു മിസ്റ്ററിയും ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചു കൂടുതൽ ഇഷ്ടമായേക്കാം. അല്ലാത്തവർക്ക് ഇതിന്റെ ഒരു ബേസിക് സ്റ്റോറിയൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫീൽ മാത്രമേ തോന്നുകയുള്ളൂ. സോ ഭയങ്കര സംഭവമൊന്നും അല്ലാത്ത, വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് സീരീസ് ആണ് ദ ഓറെ മർഡേഴ്സ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. സ്വീഡിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഞാൻ ഇംഗ്ലീഷ് വേർഷനാണ് കണ്ടത്. ഹിന്ദി ഡബ്ബിംഗ് ഉണ്ട്. തമിഴ്, മലയാളം ഒന്നുമില്ല. ഒരു എപ്പിസോഡ് ഒരു 40-45 മിനിറ്റ് ഒക്കെ ഉള്ളൂ. സോ അങ്ങനെ മൊത്തം 5 എപ്പിസോഡാണുള്ളത്. ചെറിയ ചില സെക്ഷുവൽ സീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് 18+ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.